ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള +1 സോഷ്യോളജിയുടെ 9ാമത്തെ പാഠമാണ്. വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠത്തിൽ സമൂഹശാസ്ത്രത്തെ വിപ്ലവ യുഗത്തിൻ്റെ ശിശു എന്ന് അറിയപ്പെടുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള വിപ്ലവങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഒരു 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് എസ്സേ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്, വിപ്ലവങ്ങളാണ് സമൂഹശാസ്ത്രം, സോഷ്യോളജിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ അത് ഉത്ഭവിച്ച് വരുന്നതിന് വേണ്ടി കാരണമായിട്ടുള്ളത്. 1 ഫ്രഞ്ച് വിപ്ലവം, 2 വ്യവസായ വിപ്ലവം, അതുപോലെ തന്നെ ജ്ഞാനോദയം അഥവാ ശാസ്ത്രീയ വിപ്ലവം അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം എന്നുള്ളത്. ആദ്യം ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ 1789 നടന്നാണ്, ഫ്രഞ്ചിൽ നടന്നതാണ്. ഫ്രഞ്ച് ജനതയിലെ 3 വർഗ്ഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ടോപ്പ് പുരോഹിതന്മാർ. ഏറ്റവും ടോപ്പ് നമ്മളിങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ പുരോഹിതന്മാർ, രണ്ടാമത് പ്രഭുക്കന്മാർ. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങളായിരുന്നു സാധാരണക്കാരായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിലുള്ള 2 വിഭാഗങ്ങൾ താഴെ തട്ടിലുള്ള ജനങ്ങളെ ചൂഷണം ചെയ്തു. അതിനെതിരെ ഫ്രഞ്ച് ജനത എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോരാടി. അങ്ങനെ രാജാക്കന്മാരെ അവരുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം, പരമാധികാരം, രാഷ്ട്രീയ പരമാധികാരം എന്നീ സിദ്ധാന്തങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ പ്രാധാന്യം നൽകി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആധുനിക രാഷ്ട്രത്തിൻ്റെ മുദ്രാവാക്യങ്ങളായി മാറി. ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് അന്ന് ഉയർത്തിയിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് ഇന്ന് ആധുനിക രാഷ്ട്രത്തിൻ്റെയൊക്കെ മുദ്രാവാക്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ബ്രിട്ടനിലാണ് ആരംഭം ഉണ്ടായിട്ടുണ്ട്. അതിന് 2 തലങ്ങളുണ്ട്. ഇത് ചോദിക്കാറുണ്ട്. വ്യവസായ വിപ്ലവത്തിൻ്റെ 2 തലങ്ങൾ ഏതൊക്കെ? ദെൻ വ്യാവസായിക ഉൽപ്പാദനത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. പുതിയ രീതിയിലുള്ള തൊഴിലാളി സംഘടനയും വിപണിയുടെ വികസനവും എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ 3ാമത് ആയിട്ടുള്ള വിപ്ലവമാണ് ജ്ഞാനോദയം. 17-18 നൂറ്റാണ്ടിലെ യൂറോപ്പിലുണ്ടായിട്ടുള്ളതാണ്. യുക്തിചിന്ത. അതുവരെ യുക്തിചിന്തക്ക് ഏജ് ഓഫ് റീസണിങ് ആണ്, ഏജ് ഓഫ് ക്വസ്റ്റ്യനിങ് ആയിരുന്നു ഈ ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് മാനവികത, ഹ്യൂമനിസം, യുക്തിചിന്ത, റീസണിങ്, അതുപോലെ തന്നെ മതേതരത്വം, സെക്കുലറിസം, ശാസ്ത്രീയത, സയൻറ്റിഫിക് റവല്യൂഷൻ, ഇതെല്ലാം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ പ്രശസ്തമായിട്ടുള്ള ചില പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാം. കാൾ മാർക്സ് അറിയാം നിങ്ങൾക്ക്. എമിലി ദുർക്കിം, മാക്സ് വെബറാണ് നിങ്ങൾ പുതുതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. കാൾ മാർക്സ് നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ പറ്റി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഡാസ് ക്യാപിറ്റൽസ്. ദെൻ ലോക കമ്മ്യൂണിസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. സമൂഹത്തിൽ നടമാടിയിരുന്ന ചൂഷണങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിനെതിരെയുള്ള ചൂഷണത്തിനെതിരെയാണ്. കാൾ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ, കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, സ്റ്റേജ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, അന്യവൽക്കരണം, അലൈനൈസേഷൻ, ഉൽപ്പാദന രീതി, അതുപോലെ തന്നെ വർഗ്ഗസമരം എന്നുള്ളത്. ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിലെ വിവിധ ഘട്ടങ്ങൾ വിശദമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, നാടുവാഴ്ത്തം, മുതലാളിത്തം, സോഷ്യലിസം, അതുപോലെ തന്നെ മാർക്സിസം വിശ്വാസത്തിൽ മുതലാളിത്തം സോഷ്യലിസത്തിന് വഴിമാറും എന്നാണ്. മാർക്സിൻ്റെ വിശ്വാസത്തിൽ മുതലാളിത്തം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യലിസമായിട്ട് പരിണമിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത്. ദെൻ അന്യവൽക്കരണം എന്ന ആശയം 4 തലങ്ങൾ വിശദമാക്കുക. ഈ അന്യവൽക്കരണത്തിന് 4 തലങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം, പരസ്പരമുള്ള അന്യവൽക്കരണം, സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള ഒരു അന്യവൽക്കരണം, അവനവനിൽ നിന്നുള്ള അന്യവൽക്കരണം. അപ്പോൾ അന്യവൽക്കരണത്തിൻ്റെ 4 തലങ്ങൾ ഏതെല്ലാം? പ്രകൃതിയിൽ നിന്ന് പരസ്പരമുള്ള അന്യവൽക്കരണം, സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള അന്യവൽക്കരണം, അവനവനിൽ നിന്നുള്ള അന്യവൽക്കരണം. വർഗ്ഗസമരത്തെക്കുറിച്ച് മാർക്സിൻ്റെ ഏറ്റവും വലിയ ഒരു സിദ്ധാന്തമാണ് വർഗ്ഗസമരം എന്നുള്ളത്. കാൾ മാർക്സിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആശയമാണ്. ജനങ്ങളെ വർഗീകരിച്ച് ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അടിമകൾ എന്നുള്ളതാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തായാലും ക്ലാസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അടിമകൾ എന്ന് പരമാവധി അവരുടെ അധ്വാനത്തിനും പ്രതിഫലത്തിനും, അതുപോലെ തന്നെ ഉടമകൾ പരമാവധി ലാഭത്തിനും. അവർ തമ്മിൽ എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടാവും. അതാണ് ക്ലാസ്റ്ററുകളായിട്ട് വരുന്നത്. ഇന്നുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹത്തിലും ചരിത്രം വർഗ്ഗസമരങ്ങളുടെ ചരിത്രമാണ് എന്ന് മാർക്സും ഏഞ്ചൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഗ്ഗബോധത്തിൻ്റെ വളർച്ചയായിട്ട് മാത്രമേ വർഗ്ഗസമരം ഉണ്ടാവുള്ളൂ. മുതലാളിമാർ ഒറ്റക്കെട്ടായും തൊഴിലാളികൾ ഒറ്റക്കെട്ടാകുമ്പോഴാണ് വർഗ്ഗസമരം രൂപപ്പെടുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്.
ഇതിന് അടുത്ത സോഷ്യോളജിസ്റ്റാണ് എമിലി ദുർക്കിം. പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ സോഷ്യൽ ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സമൂഹത്തിലെ തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ. സോഷ്യൽ ഫാക്റ്റ് അഥവാ സാമൂഹ്യ വസ്തുത എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുന്നത്. സമൂഹത്തിൻ്റെ പ്രതിപാദ്യ വിഷയം സാമൂഹ്യ വസ്തുതകളെക്കുറിച്ചുള്ള പഠനമാണ്. വ്യക്തികളുടെ കൂട്ടായ്മയിൽ നിന്ന് അത് സാമൂഹ്യ വസ്തുതകൾ ആവിർഭവിക്കുന്നു. മതവിശ്വാസം, ധാർമ്മിക നിയമങ്ങൾ, ആചാരങ്ങൾ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ആശയമാണ് ഡിവിഷൻ ഓഫ് ലേബർ. സമൂഹത്തിലെ തൊഴിൽ വിഭജനം എന്ന ദുർക്കിമിൻ്റെ പ്രഥമ ഗ്രന്ഥത്തിൽ പുരാതന സമൂഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്ക് പരിണമിച്ചു കൊണ്ടുള്ള വിശകലനം ചെയ്യുന്നു. അതായത് പണ്ട് കാലം തൊട്ടേ എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ വിഭജനം സമൂഹത്തിൽ ഉണ്ട്, ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലാണെങ്കിൽ ജാതീയത പിന്നീട് അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും തമ്മിലുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുമ്പുള്ള. പ്രാകൃത സമൂഹത്തിൻ്റെ പ്രത്യേകത പരസ്പര സാദൃശ്യം ഉണ്ടായിരിക്കും. ലളിതമായിട്ടുള്ള തൊഴിൽ വിഭജനമായിരിക്കും അവിടെ ഉണ്ടായിരുന്നു. വ്യത്യാസങ്ങൾ കുറവാണ്. വ്യക്തിബന്ധങ്ങൾ ശക്തമായിരിക്കും പ്രാകൃത സമൂഹത്തിൽ. ഓക്കെ, നമ്മൾ ഗ്രാമീണ ജനതയായിട്ട് ജീവിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ചാൽ മതി. ചെറിയ സമൂഹമായിരിക്കും, കർശന നിയമങ്ങളായിരിക്കും, സ്വയാശ്രയത്വം പരസ്പരം ഉണ്ടാവും, സാദൃശ്യത്തിൻ്റെ ഐക്യം ഉണ്ടാവും. ആധുനിക സമൂഹത്തിൽ പരസ്പര വൈവിധ്യമാണ്, സങ്കീർണമായിട്ടുള്ള തൊഴിൽ വിഭജനമാണ്, വ്യത്യാസങ്ങൾ കൂടുതലാണ്, വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല, വലിയ ജനസംഖ്യയായിരിക്കും, പരിഷ്കൃതമായിട്ടുള്ള നിയമങ്ങളായിരിക്കും, പരസ്പര ആശ്രയത്വമുണ്ട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായം, അതായത് ഇപ്പോൾ ഒരാൾ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അല്ലേ കൺസ്യൂമർ ബിഹേവിയറാണ്, എന്തും സാധനങ്ങൾ വാങ്ങുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരുടെ സഹായം എന്നാണ്. വ്യത്യസ്തകളുടെ ഐക്യമാണ്. അതിന് ഏറ്റവും ലാസ്റ്റ് മാക്സ് വെബറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. സാമൂഹ്യ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഓക്കെ, സാമൂഹിക പെരുമാറ്റം എന്നുള്ളത് സഹഭാവധാരണ, അതുപോലെ തന്നെ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഐഡിയൽ ടൈപ്പ്. അധികാരം, ഉദ്യോഗസ്ഥർ. ഇദ്ദേഹത്തിൻ്റെ മാക്സ് വെബറിനാണ് ബ്യൂറോക്രസി എന്നുള്ള തിയറി മാക്സ് വെബറിനാണ്. അധികാരത്തിൻ്റെ വിവിധ തലങ്ങൾ, ഒന്ന് പരമ്പരാഗതം, പിന്നെ വ്യക്തിപരവും നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ. ഓക്കെ, ഇതാണ് 3 അധികാരത്തിൻ്റെത്. ഒന്ന് പരമ്പരാഗത, തലമുറയിൽ നിന്ന് തലമുറയിലേക്ക്, രാജാവ്, രാജ്ഞി, അങ്ങനെ. വ്യക്തിപ്രഭാവം, അതായത് ദൈവത്തിൽ നിന്നോ ദിവ്യസ്രോതസ്സിൽ നിന്നോ ലഭിക്കുന്ന അംഗീകാരം. ഓക്കെ, ശ്രീബുദ്ധൻ, വിശുദ്ധൻ, പ്രവാചകർ, ഇതൊക്കെ വ്യക്തിപ്രഭമായിട്ടുള്ള അധികാരമാണ്. ഗാന്ധി. പിന്നെ വ്യക്തിപരവും നിയമപരമായിട്ടുള്ള അധികാരം ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. ഓക്കെ, അതാണ് ലിഖിത നിയമങ്ങളുടെ ചട്ടങ്ങളുടെയും അടിസ്ഥാനമാണ് നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ. അവരെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഔപചാരിക സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള കൂട്ടാണ്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആധുനിക രൂപമാണ് എന്നാണ്. ഇത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ, ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയുടെ ശ്രേണീകരണം, ഹൈറാർക്കിക്കൽ ഇതുണ്ട്. ഉദാഹരണം നമ്മൾ പോലീസ് എടുക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ശ്രേണി, ഏറ്റവും ടോപ്പിലൊരു ഓഫീസർ ഉണ്ടാവും, അതിന് താഴെ ഓഫീസർ, അതിൻ്റെ ഏറ്റവും താഴെ വരുമ്പോൾ കോൺസ്റ്റബിൾസ്, ആ ലെവല്, അതിൻ്റെ മേലെ എസ് ഐ അങ്ങനെ മേലേക്ക് ശ്രേണി എന്തുണ്ടാവും, ശ്രേണികൾ ഉണ്ടാവും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലിഖിത പ്രമാണങ്ങളുടെ വിശ്വാസം, ഓഫീസ് നടത്തിപ്പ്, പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ പാഠത്തിൽ. ഇനി 10ാമത്തെ പാഠത്തിലേക്കാണ് നമുക്ക് പോകുന്നത്.